കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി വൈസ് ചാൻസലർ. ഇടതംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു. പകരം ചുമതല ആർ രശ്മിക്ക്. വൈകിട്ടോടെ മിനി കാപ്പൻ ചുമതല ഒഴിയും. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സുപ്രീം കോടതിയിൽ ഗവർണറുടെ ഹർജി. നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നും സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി വേണമെന്നും ആവശ്യം. ഹർജി ഖേദകരമെന്ന് മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമെന്ന് MV ഗോവിന്ദൻ. ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട്. വിമർശനം കേട്ട് പിന്നോട്ടില്ലെന്നും CPM വിശ്വാസികൾക്കൊപ്പമെന്നും MV ഗോവിന്ദൻ. എതിർപ്പ് തുടർന്ന് BJP. UDF തീരുമാനം ഇന്നറിയാം. മുന്നണി നേതാക്കളുടെ യോഗം വൈകിട്ട് 7:30. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിലരുടെ സാമ്പത്തിക സ്വാർത്ഥത വെല്ലുവിളിയെന്നും രാജ്യം അതിജീവിക്കുമെന്നും മോദി. അടുത്തുതന്നെ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കടുത്ത ഭിന്നത. നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാകാതെ നേതൃത്വം. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കേസെടുത്തേക്കില്ല. സ്ത്രീകൾ പരാതി നൽകിയിട്ടില്ലെന്ന് പോലീസ്. ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് അന്താരാഷ്ട്ര 2020-ൽ നിന്നും വിരമിച്ചു. ടെസ്റ്റിലും ഏകദിനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണെന്ന് സ്റ്റാർക്ക്.